EduWorld. ഇന്ന് ഇവിടെ ഒരു വെബിനാർ എന്നൊരാശയം വരാനുള്ള കാരണം കൊറോണ എന്നൊരു മഹാമാരി നമ്മളെ എല്ലാവരും വീട്ടിലിരുത്തേക്കുവാണ് അല്ലേ? സോ ഈ കൊറോണയെ നേരിടാൻ അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ വരുന്നൊരു പാൻഡമിക്കിനെ നേരിടാൻ നിങ്ങളാണ് ആക്ച്വലി യഥാർത്ഥ ഹീറോസ്. നിങ്ങളായിരിക്കണം യഥാർത്ഥ ഹീറോസ്. അപ്പം നാളെ ഒരു സമൂഹത്തിന് സോഷ്യലി സെർവ് ചെയ്യുന്ന ഡോക്ടറായി തീരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളും EduWorld ഇന്നൊരു ഓൺലൈൻ വെബിനാറിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ +2 പഠിക്കുന്ന MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും പാരൻസിനും അതേപോലെ ഞങ്ങളുടെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും പങ്കെടുക്കുന്ന കുട്ടികൾക്കും ലോകത്തിൻ്റെ പല സ്ഥലത്ത് നിന്ന് പങ്കെടുക്കുന്ന പല ആൾക്കും റഷ്യയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ഒരു ഡെലിഗേറ്റ് അവരെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം Valentina Mairova madam. Madam, am I audible? Yes. Hi ma'am. Yes. We welcome you into the program. Thank you very much. Thanks for being here, ma'am. There are many students over there in Kerala. They have many doubts regarding MBBS abroad and how to go to different cities and how to study, conditions about Russia. So we are going to ask you some questions. If there are some questions among the students, I'll notify you, ma'am. Be there, ma'am. Thank you. Yes, I'm ready to answer. താങ്ക് യു. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBBS അബ്രോഡ് എന്നുള്ള ടോപ്പിക്, എക്സ്ക്ലൂസീവ്ലി MBBS അബ്രോഡ്. ഓക്കെ, വാട്ട് EduWorld does, EduWorld is spread into many like services. So what we come here to discuss about MBBS abroad. So ഈ MBBS abroad എന്നുള്ളൊരു വൈഡ് സബ്ജക്റ്റാണ്. ഓക്കെ, ഈ വൈഡ് സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഒന്നിച്ചൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. But divide, we'll make quantum physics. ഒരു ചിന്ന packets and ചിന്ന points and you divide topics divide ചെയ്ത് ഓരോന്നിനും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സമയമെടുത്ത് നമുക്കെല്ലാം കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻസൈഡ് അറ്റ് എ സ്ട്രെച്ച്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നൊരു സംഭവം, ഒരു റഷ്യ എന്ന രാജ്യത്ത് MBBS പഠിക്കുന്നതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ഒരു പോസിറ്റീവ്സും, അതിൻ്റെ ഹൗ ക്യാൻ വി റീച്ച് ടു റഷ്യ, ഹൗ ക്യാൻ വി ടേക്ക് അഡ്മിഷൻസ് ഇൻ റഷ്യ, ഹൗ ടു അപ്ലൈ ഫോർ MBBS ഇൻ റഷ്യ, ഹൗ ആം ഐ എലിജിബിൾ ഫോർ എൻ MBBS സീറ്റ് ഇൻ റഷ്യ, ഇങ്ങനെയുള്ള പല പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, പല ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഒരു ഇന്ത്യയിലുള്ള കേരളം എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞാൻ നേരിടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ എത്താം, ഓക്കെ, എന്നിങ്ങനെയുള്ള കുറച്ചുള്ള ടിപ്സ്. ഓക്കെ, സോ ഈ MBBS അബ്രോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉദാഹരണത്തിന് കേരളത്തിന് എല്ലാവരും നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന അല്ലെങ്കിൽ CBSE പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ പാസിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പാസ്സായ കുട്ടികളുടെ പെർസെൻറ്റേജ് എല്ലാം ഒരു 60 ബിലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു 5 years ആയിട്ട് കണ്ടിട്ടില്ല. എല്ലാം 60+ ആണ്. വെരി ബ്രൈറ്റ് സ്റ്റുഡൻസ്. നമ്മുടെ ഹെൽത്ത് സിസ്റ്റം നോക്കുകയാണെങ്കിലും ഇന്ന് റഷ്യ, US എവിടെയാണെങ്കിലും ആൾക്കാർ ഒത്തുനോക്കുന്നത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിനാണ്. സോ വി ആർ വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് വി ആർ വെരി ലിറ്ററേറ്റ് അല്ലേ? സോ വി പ്രൗഡ് ഓഫ് ഇറ്റ്, പ്രൗഡ് ഓഫ് ബീങ് കേരളൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു 60, 70, 80, 90, 95 മാർക്കൊക്കെ വാങ്ങിക്കുന്ന കുട്ടികളാണ് നമ്മളെല്ലാവരും. സ്റ്റിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് സീറ്റും ഇല്ല. സോ ടോട്ടൽ ഇൻ ഇന്ത്യ ദർ ആർ 58,000 to 65,000 സീറ്റ്സ് ഫോർ മെഡിസിൻ. പക്ഷേ 18 ലക്ഷം കുട്ടികളാണ് ഒരു വർഷം നീറ്റിന് അപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ 18 ലക്ഷത്തിൽ ഒരു എത്ര ആൾക്കാരെങ്കിലും ക്വാളിഫൈ ആവും? ലൈക്ക് സേ 60% ആൾക്കാരെങ്കിലും ക്വാളിഫൈ ആവും. ബട്ട് മോർ ഓവർ
ഇതൊരു എൻട്രൻസ് എക്സാമിനേഷൻ അല്ല, ഇതൊരു എലിമിനേഷൻ എക്സാമിനേഷനാണ്. 18 ലക്ഷം അപ്ലിക്കൻസിൽ നിന്നും ഐ വോണ്ട് ജസ്റ്റ് 58 or 60 or 70,000 സ്റ്റുഡൻസ് ടു ബി സെലക്റ്റഡ്. ഇത് ശരിക്കും ഒരു ഫിൽട്രേഷനാണ്, ഫിൽട്രേഷൻ. ഓക്കെ, ഇറ്റ് ഇസ് എൻ എലിമിനേഷൻ റൗണ്ട്, നോട്ട് ഇറ്റ് ഇസ് എൻ എൻട്രൻസ് റൗണ്ട്. സോ ഈ ബബ്ലിങ്ങിന് എന്തിനാ, എൻട്രൻസിന് ഈ ബബ്ലിങ് എന്തിനാണെന്നറിയോ? സോ ദാറ്റ് യു വിൽ ലൂസ് സം മോർ ടൈം. ദേ വിൽ പുട്ട് സം 4 ഓപ്ഷൻസ്. ഈ 4 ഓപ്ഷൻസിൽ 2 ആൻസേഴ്സ് ലുക്ക് ലൈക്ക് സിമിലിയർ. ഇതെന്തിനാണെന്ന് പറയുന്നത്? നിങ്ങളുടെ കൺഫ്യൂഷൻ ആക്കാനാണ്, അല്ലാതെ നിങ്ങളെ നന്നാക്കാനോ നിങ്ങളെ ജയിപ്പിക്കാനോ അല്ല. നിങ്ങളെ എങ്ങനെ തോൽപ്പിക്കാനോ നിങ്ങളെ എങ്ങനെ ഇവിടെ നിന്ന് പുറത്താക്കാനാണ് ദ ട്രൈ. സോ ഇറ്റ് ഇസ് എൻ എലിമിനേഷൻ റൗണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇത്രയും ക്വാളിഫൈഡ് ആയിട്ട് 99% വാങ്ങിച്ച കുട്ടികൾ, 95% വാങ്ങിച്ച കുട്ടികൾക്ക് പോലും ഇവിടെ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിസിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടാനോ പ്രയാസമാണ്. സോ ഇതിന് കാരണം ഇവിടെ സീറ്റ്സിൻ്റെ ഷോർട്ടേജാണ്. ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഇല്ല. ഇനി പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് 1 കോടി അല്ലെങ്കിൽ 80 ലക്ഷം രൂപ, ഐ മീൻ NRI സീറ്റ് കൊടുത്ത് ചേരുകയാണെങ്കിൽ 12-20 ലക്ഷം രൂപ പെർ ഇയർ കൊടുത്ത് പഠിക്കാനുള്ള ശേഷി നമ്മൾക്കില്ല. ഓക്കെ, സോ അവിടെയാണ് ഈ MBBS അബ്രോഡ് എന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ഉദയം. ഓക്കെ, ഇനി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന സംഭവമാണ് MBBS അബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 lakhs തീരും. ഓക്കെ, സോ അതിന് ക്വാളിറ്റി കാണുമോ? ക്വാളിറ്റി കാണുമോ? ഒരു 30 lakhs പഠിച്ച് MBBS കഴിയുകയെന്ന് പറഞ്ഞാൽ ഇവിടെ 1 കോടി രൂപയൊക്കെ വേണ്ടേ പഠിച്ച് തരാൻ? ഒരു 30 ലക്ഷം രൂപ കിട്ടുന്ന പ്രോഡക്റ്റ് ഫുള്ളായിരിക്കും. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ പിന്നിലുള്ളൊരു പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞാൽ, ഈ വിദേശ രാജ്യങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇല്ല, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെയും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിൽ ഒരു കുട്ടി പഠിച്ചിറങ്ങി എത്ര ലക്ഷം രൂപ വേണ്ടി വരും? മേ ബി കംപ്ലീറ്റ് ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്നതിന് ചിലപ്പോൾ 1 ലക്ഷം രൂപയുടെ താഴത്തെ MBBS പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്. ഇനി ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് സീറ്റിൽ പഠിക്കുകയാണെങ്കിൽ 5-6 ലക്ഷം രൂപ പെർ ഇയർ. ഇങ്ങനെ പഠിച്ചു തരികയാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപ. ഈ 30 ലക്ഷം രൂപ മാത്രമേ ഗവൺമെൻറ് വിദേശങ്ങളിൽ വാങ്ങിക്കുന്നുള്ളൂ. ഇതാണ്, ദിസ് ഇസ് ദ തിങ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഈ വിദേശ MBBS എന്ന് പറയുമ്പോൾ ചാടിക്കറി യെസ് അമേൻ എന്ന് പറഞ്ഞ് പോകരുത്. അവിടെയും ചില കുരുക്കുകൾ കാണാം. ഓക്കെ, വാട്ട് എക്സാമ്പിൾ, യു ആർ പ്രിഫറിങ് ടു സ്റ്റഡി ഇൻ സംവെയർ അറൗണ്ട് ദ കൺട്രി, പക്ഷേ യു ഹാവ് ടു ബി ലൈക്ക് വെരി കെയർഫുൾ അബൌട്ട് ലാംഗ്വേജ്. അവിടെ പഠിപ്പിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? അവരുടെ നാട്ടിലെ ലാംഗ്വേജ് ആണോ, അല്ല നമുക്ക് മനസ്സിലാവുന്ന വല്ല ലാംഗ്വേജ് ആണോ? ആൻഡ് പഠിച്ചിട്ടൊക്കെ വന്നിട്ട് തിരിച്ചു വിടുമെന്ന് എനിക്ക് വൈൽ കം ബാക്ക് ടു ഇന്ത്യ. ഓ, നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചേ? ഞാൻ എൻ്റെ രാജ്യത്ത് നിന്ന്. ഓ, ആ രാജ്യം ഞങ്ങളുമായിട്ട് യാതൊരു ബൈലേറ്ററൽ റിലേഷൻസും ഇല്ല, നത്തിങ്, വി കാണ്ട് ആക്സെപ്റ്റ് ദ ഡിഗ്രി. അങ്ങനെ സിറ്റുവേഷൻസ് വന്നാലോ? സോ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളൊരു MBBS ഓപ്റ്റ് ചെയ്യുമ്പോൾ, യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദ കൺട്രി, യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദ ലാംഗ്വേജ്, you have to be careful about the recognition, whether the college or university or is recognized by Medical Council of India or WHO, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഓക്കെ, ആൻഡ് സോ ഇതാണ് ലൈക്ക് ഒരു സം ടിപ്സ് അബൌട്ട് ദ MBBS അബ്രോഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പറ്റുന്ന റഷ്യയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. റഷ്യയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. റഷ്യയിൽ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആസ് ഇൻ ജനറൽ റഷ്യയായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ ആൻഡ് റഷ്യയെക്കുറിച്ചിട്ടുള്ള ചില തിങ്സ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്ന സംഭവങ്ങൾ നമുക്ക് ഈ മാഡത്തിനോട് നമുക്കൊന്ന് ചോദിക്കാം. ഹായ് മാം. Valentina ma'am. Hi, yes. Am I audible? Yeah, yes, I can hear you. Why should we choose Russia to study MBBS? Do you have something like solid, something attractive to make us choose Russia to study MBBS? No, of course, Russia is very famous for MBBS especially, and actually it's very famous for higher education. Only thing is why it's not so popular right now, but I think it's becoming popular because all education which we
offer, it's mostly in Russian language. But MBBS students going and studying there in English. So the all courses, I can tell you different universities which offer course in English. Yeah? So it's Far East University, then Kursk, Volgograd, Moscow. So there are so many universities which are offering a Okay. course in English, and it's you can check by price also. It's cheaper than other countries, and it's very high quality because all universities are state universities. State universities means it's a very high standard, and any city you choose, you'll get same quality of education. And of course, it's a very beautiful country, and it's a chance to learn one more language, Russian. And because anyway, you have to learn Russian language when Yeah. you're going to Russia, because people don't speak English there. We don't speak like daily life. We know English, but we don't use it. So you have to learn language, and it will be in your career and future life. It would be your plus for you that you know one more language. The second thing is, I mean, there is many points which you can choose studying in Russia. Of course, the country is with beautiful culture, history, and history of higher education. So you can experience everything: sport, beautiful journey, and also very interesting studies. So ആരുണ്ടോ I'm working in ആരുണ്ടോ Chennai, in Russian Center of Science and Culture already. So I'm working in Russian Center of Science and Culture in Chennai as a head of Russian Language Institute. So every year, almost 8 years, I'm working with the students who went to study in Russia. And so I usually get feedback from them. So they're very happy. And already many of them came back to India and they passed the screen test, which actually everyone is a little bit have tension how to pass that exam. But they Yeah. passed at the first round and they already starting like working and doing something. So just 2 months back before this, some students came visit me who already completed studies, and they're very happy. They speak uh, English, and of course they speak Russian together. So and they completed already, and they So passed this exam. you're happy when they speak Russian. Of course, I'm happy they speak Russian, and it means they managed to pass their exams. Yeah, so they can speak, and they also managed to pass screen test here. Okay. And so I get so many good words Хорошо. about studies in Russia. Yes, Хорошо. yes, Even I know хорошо. something of Russian. Спасибо. Yeah. So of course, if you choose to study in Russia, the main things you have to speak Russian, and then you can enjoy, and you can enjoy studies, and you can enjoy the life in Russia also. Yeah. How Russians treat Indian? How do they treat Indian? They treat them good or Of can it? course, of Yeah. course, there is no problem because you see this. It's not just the words that Russian India friends forever. It is reality. So it is very good. So the Russian people love. I think in Russia more people doing some yoga than in India, and they also love Indian movies, Indian songs, and Indian people. Wow, So that's great. I never hear any stories. I mean, recently, like 8 years, 9 years, I didn't hear any sad stories or something which happened to students. So the Yeah. students are enjoying. They're free, and I want to say, usually girls' parents ask how is it safe or not. So Okay. I always say it's more safe than
even in India, I feel for girls. Thank you, ma'am. Yes. What you have explained. സോ വിടാതിരിക്കുന്ന എല്ലാവർക്കും മാം പറഞ്ഞൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റിൽ ഐ ടെൽ യു സംതിങ്. മാം പറഞ്ഞതിൽ കുറച്ചുകൂടെ കാതലായിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയത്, റഷ്യ എന്നൊരു കൺട്രിയിൽ ഇന്ത്യൻ സ്റ്റുഡൻസിനോടൊരു വിവേചനം അങ്ങനെ ഒരു സംഭവമില്ല. ദേ ലവ് ഇന്ത്യൻസ് ആൻഡ് ദേ ലവ് അവർ മൂവീസ്. ഇപ്പം ഞാൻ റഷ്യയിലുള്ള പല സ്ഥലങ്ങളിലും ഐ ഹാപ്പൻ ടു വിസിറ്റ്, ലൈക്ക് ഒരു മെയിൻ സിറ്റീസിലും ഗ്രാമങ്ങളിലും. സോ ഒരു ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അവർ എൻ്റെ അടുത്ത് ആശ്ചര്യത്തോടെ ചോദിച്ച്, 3 Idiots എന്ന് പറഞ്ഞ മൂവി നിങ്ങളുടെ നാട്ടിലല്ലേ, ആമിർ ഖാൻ? യാ, ഐ വാച്ച് ദ മൂവി ഇൻ യുവർ ലാംഗ്വേജ് ഓൺലി, നോട്ട് വിത്ത് സബ് ടൈറ്റിൽസ്. അപ്പോൾ അത്രയും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടുകാരാണ് റഷ്യൻസ്. ആൻഡ് വെരി ഹാപ്പി ടു ട്രീറ്റ് അസ്, ദ വെരി വെൽക്കമിങ്. സോ ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാണ്. ബട്ട് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന ഒരുപാട് സ്റ്റുഡൻസിൻ്റെ അനുഭവങ്ങൾ വേറെയുണ്ട്. ഓക്കെ. ആൻഡ് ഈ ഏത് നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാലും ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റഷ്യയാണ്. അപ്പോൾ റഷ്യയുടെ ഒരു ഗുണമെന്ന രീതിയിൽ മാം പറഞ്ഞത്, നിങ്ങൾ റഷ്യയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും നിങ്ങൾ ഓൾറെഡി യു ആർ വെരി പ്രൊഫഷണൽ ഇൻ ഇംഗ്ലീഷ്, പ്ലസ് നിങ്ങൾ റഷ്യൻ ലാംഗ്വേജും കൂടെ പഠിച്ചിരിക്കും. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, ഒരു വൈറ്റ് സ്പോക്കൺ ഇൻ്റർനാഷണൽ ലാംഗ്വേജും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ വരുന്നതാണ്. നിങ്ങൾക്കറിയാം, റഷ്യ എന്ന് പറഞ്ഞ ഒരു വലിയ രാജ്യമാണ്. ഓക്കെ. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏരിയ വൈസിൽ ഏറ്റവും കൂടുതൽ സ്ഥലം പരന്നെടുക്കുന്ന സ്ഥലമാണ് റഷ്യ. ആൻഡ് USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിലുള്ള കൺട്രീസിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ജോർജിയ, കിർഗിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, റഷ്യ അല്ലെങ്കിൽ നിയർ ബൈ റഷ്യൻസ്, ഓൾ ദോസ് കൺട്രീസ്, സോവിയറ്റ് യൂണിയൻ ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുള്ള കൺട്രീസ്, ദേ സ്റ്റിൽ സ്പീക്ക് റഷ്യൻ. ഈവൻ യുക്രൈൻ, ദേ സ്പീക്ക് റഷ്യൻ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജാണ് റഷ്യൻ. സോ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ട്രാവൽ ചെയ്യും എല്ലാ ഇയറിലും. സെപ്റ്റംബർ ആ സമയത്ത് കുട്ടികളോട് ഞങ്ങൾ ട്രാവൽ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ റഷ്യൻ ലാംഗ്വേജ് കുറച്ച് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 20ഓളം രാജ്യങ്ങളിൽ ജീവിച്ചു പോകാം. ഹിന്ദി പഠിച്ചു വെച്ചാൽ ഇന്ത്യയിൽ എവിടെയും ജീവിച്ചു പോകാമല്ലോ. അതേപോലെ റഷ്യൻ ലാംഗ്വേജിൽ കുറച്ച് സംഭവങ്ങൾ പഠിച്ചു വെച്ചാൽ ഒരു 20ഓളം രാജ്യങ്ങൾ നിങ്ങൾക്ക് ജീവിച്ചു പോകാം. ഒരു ഡോക്ടർ, ആ ഡോക്ടറിന് റഷ്യൻ ലാംഗ്വേജും അറിയാം, ഇംഗ്ലീഷും അറിയാം, ഹിന്ദിയും അറിയാം. ഇങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടറിന് എവിടെയും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഏതാണ് ലോകത്തിൻ്റെ സെക്കൻഡ് പോപ്പുലേറ്റഡ് കൺട്രിയാണ് ഇന്ത്യ അല്ലേ? അപ്പോൾ ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, അല്ലെങ്കിൽ ഒരു റീജിയണൽ ലാംഗ്വേജ് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പോപ്പുലേഷനെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം. ഒരു 20-22 രാജ്യങ്ങൾ റഷ്യൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റഷ്യൻ നന്നായിട്ട് സംസാരിക്കാൻ. സോ യു ആർ ബീങ് കോൺഫിഡൻറ്റ്. പിന്നെ ഒരു ഡോക്ടർ എന്ന് പറയുന്നത്, ഞാനൊരു ബുക്ക് വേം അല്ലെങ്കിൽ 90-100% മാർക്കുമായിട്ട് കാര്യമില്ല. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ലൈക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഫേക്ക് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളതായിരിക്കും. അറ്റൻഷൻ സീക്കിങ്ങിനോട് ചിലപ്പോൾ ഞാനൊക്കെ ഫേക്ക് ചെയ്തിട്ടുണ്ട്. ചുമ്മാ വയറുവേദന എന്ന് പറയാം. അപ്പോൾ വീട്ടിൽ അച്ഛനമ്മയൊക്കെ വന്നിട്ട് അയ്യോ എന്ത് പറ്റി മോനെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർക്ക് കെയർ കിട്ടാൻ വേണ്ടി ഞാൻ അറ്റൻഷൻ സീക്കിങ്ങിനോട് ഫേക്ക് ചെയ്തിരുന്നു വയറുവേദനയൊക്കെ. ബട്ട് ശരിക്കുള്ള വയറുവേദന പോലും നമ്മൾ ഈ വയറുവേദനത്തിൽ വെൻ അവർ പാരൻസ് ടേക്ക് എസ് ടു ഡോക്ടേഴ്സ്, ഈ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലേ പുള്ളി ഇരുന്നോട്ടോ ഇരിക്കും മോനെ, അപ്പോഴേ നമ്മുടെ വയറുവേദന പകുതിയിലെയോ പോയല്ലോ. എവിടെയാണ് മോനെ വേനിക്കുന്നത്? പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ, ഇപ്പം ഇല്ല. ഇറ്റ് വെൻറ്റ്. അപ്പോൾ ഈ ഡോക്ടറുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലേ, അതൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് പ്ലസ് അവരുടെ ഒരു ലാംഗ്വേജ് സ്കിൽസ്. അവർ ഈ റിപ്പോർട്ട്സൊക്കെ നോക്കിയിട്ട് ഓ കുഴപ്പമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പോൾ സോ യു ഫീൽ വെരി റിലാക്സ്. ഓ നത്തിങ്, ഒന്നും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ലാതെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഓ കാര്യം പോക്കാണ് കേട്ടോ. അപ്പോൾ വന്ന രോഗിയുടെ 40% രോഗം 80 ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ലാംഗ്വേജ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇനി റഷ്യ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ വരുന്നൊരു സംഭവമാണ് തണുപ്പ്. ഈ തണുപ്പിനെ കുറിച്ച് നമുക്ക് മാഡത്തിനോടൊന്ന് ചോദിച്ചു നോക്കാം. മാം, Yes. Ma'am, I'm audible?
Yes, yes. Yeah, most of us know when Russia comes to mind, they think that Russia is not a place to live. It is freezing. How about it, ma'am? Can you just tell them what are the conditions? They think that only extreme conditions are there, no moderate. So you can please tell them what are the exact conditions of Russia and how we can cope up with the climate. Yes, of course, Russia is known as the coldest country in the world, but no, it's not like that. Of course, we have different seasons. We have four seasons. We have Okay. summer, we have autumn, winter, and spring. So right now it's spring, so it's warm. It's nice and beautiful weather when everything is blooming and it looks like life started again. And then we'll have summer in June, July, August. It will be very hot as in India. So, and then we have autumn, which is half of autumn is warm, and then it's getting slowly cool, and then we have winter. So now also it's not that much cold as it was before. The climate has changed, and this year for like December and January was not so cold. Of course, you have to, as Russians say, we don't have bad weather, we have bad clothing. So you have to just wear proper dress, and usually all students enjoy winter and coldness. Yes. So that don't have, and you have to eat proteins more in Yes. winter to protect yourself from cold, and To just make them wear proper keep warm. dress. Yeah, Yeah. yes, yes. Okay, ma'am. Thank you. It's bye. Students were actually asking about, like what type of jacket. Usually they are asking this: what type of jacket should I buy? Should I buy jackets from Yes, here? you see, you of course, if you are going to travel to Russia, even in August or September, you have to get at least some jacket. But it can be same jacket which you use here when you travel in your winter in December and by bike. So the jacket will be okay. Okay. So you can buy some sweaters. So don't buy here winter dress because there in Russia you'll get better quality of it. Great. But you have to carry with you at least some jacket and some Yeah. sweaters Okay. because even in September, if it is plus 10 plus 15, so you will feel cold. Okay. So you have to wear something. Then you have to go to shop and buy all type of dresses there. So you Okay. can ask somebody to help you to guide you buy proper things. ഓക്കെ താങ്ക് യു മാം താങ്ക് യു മാം സി അതൊരു റൈറ്റ് പോയിൻ്റാണ് മാം പറഞ്ഞത്. സി നമ്മൾ ചില പാരൻസ് അല്ലെങ്കിൽ ചില കുട്ടികൾ ഇപ്പോൾ റഷ്യയിലേക്ക് അഡ്മിഷൻ എടുത്ത് റഷ്യയിലേക്ക് ഫ്ലൈ ചെയ്യാൻ മാം റെഡി ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ ഡെക്കാത്തലൺ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിംഗ് മാൾ അല്ലെങ്കിൽ ചില നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജാക്കറ്റ്സ് ഒക്കെ പോയി വാങ്ങിക്കാറുണ്ട്. ചിലപ്പോൾ കൊളംബിയയുടേക്കും അല്ലെങ്കിൽ നല്ല ബ്രാൻഡ് ജാക്കറ്റ്സ് ഒക്കെ ഇവിടെ കിട്ടുമായിരിക്കും. ബട്ട് സ്റ്റിൽ വാട്ട് വി സജസ്റ്റ്, ഈ ജാക്കറ്റ് പോലുള്ള സംഭവങ്ങൾ എപ്പോഴും നമുക്ക് വിൻ്റർ ജാക്കറ്റ്സ് റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് അവിടെ അതൊരു ആവശ്യ സാധനമാണ്. ആവശ്യ സാധനത്തിന് എപ്പോഴും അവിടെ ആയിരിക്കും വില കുറവും ക്വാളിറ്റി നല്ലതും കിട്ടുക. നമുക്കിവിടെ അത്ര അത്യന്താവശ്യമായിട്ടുള്ള സാധനം അല്ല അത്. സോ ഇവിടെ വില കൂടുതലും ക്വാളിറ്റി കുറവുമായിരിക്കും. അവിടെ ക്വാളിറ്റി കൂടുതലും വില കുറവുമായിരിക്കും. സോ better to move to Russia with a normal jacket, and being there you can buy a good jacket with good quality, and you will get in a cheap price too. അതാണ് മാം പറഞ്ഞൊരു സംഭവം. ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് ക്ലൈമറ്റ്, അവിടെയും 4 ക്ലൈമറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സമ്മറാണ്, ലൈക്ക് 25 to 30 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ഇതൊരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഓട്ടം, നല്ല ക്ലൈമറ്റ്. എവിടെ എല്ലായിടത്തും ഫ്ലവേഴ്സും കളേഴ്സൊക്കെ കാണാൻ പറ്റുന്ന ക്ലൈമറ്റ്. പിന്നെ സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും ഗോസ് ടു കുറച്ചും കൂടെ ഇങ്ങനെ തണുത്തുകൊണ്ടിരിക്കും. ലൈക്ക് 16, ഇറ്റ് കംസ് ടു 20, 18, 16, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെ. നവംബർ കഴിയുമ്പോഴേക്കും തണുപ്പ് വരും. ചില സ്ഥലങ്ങളിൽ 0, 1, ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഇത് 3 മാസവും നല്ല തണുപ്പാണ്. ലൈക്ക് ഇറ്റ് വിൽ ഗോ ടു -5, -10. പിന്നെ അങ്ങ് മോർ ലൈക്ക് മാം ഐ ഹാവ് ബീൻ ടു മൂർമൻസ്ക്.
Murmansk is very Yeah, cold I have been place. to Murmansk and I've experienced Northern Lights also. Yeah, Yeah, it was very good. yeah. Yeah, I wanted to tell I students just, like there are places which will go to minus 20 and so, yes. but where are our universities are there, they're just it will go to minus 5 or minus 6. You can cope up with it. I, I just want to say that Russia is so big country. You all Yes. know it's 8,000 kilometers, and there are more than 600 or no 900 universities. You can select from the west to east, so Yes. any university, and there is five natural zones. Yeah, Yes. so in that natural zones, of course, there is a places, for example, like Sochi, which is Sochi. near the Black Sea. Yeah, Yes. so there is you will not experience winter, cold Okay. winter. So there will be Okay. always plus temperature is always above zero. Yeah, so you can choose any place in Russia. So it's not like, of course, if you are going to study in Tomsk or even Far East, Vladivostok. So Okay. that place is in winter you will experience cold winter. But the thing is, you will feel it only when you go outside. Okay. When you sit at home, you will be same dressed. So you don't need to wear your warm clothes, and the all rooms will be having the heater Okay. system. Okay, ma'am. Thank you. Let me explain my students to like some of the points you have explained. ഇനി എത്ര കണ്ട തണുപ്പുള്ള സിറ്റുവേഷനിൽ എത്ര കണ്ടുള്ള റീജിയനാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അകത്തും റൂമിൻ്റെ അകത്തും ദേ വിൽ ബി മെയിൻറ്റെയിനിങ് 24 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ്സ് എ റൂം ടെമ്പറേച്ചർ. നിങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രശ്നങ്ങളും വരാനില്ല. ആൻഡ് നിങ്ങൾക്ക് പുറത്തു പോകേണ്ട കാര്യങ്ങളുമില്ല. ഹോസ്റ്റൽ, ക്ലാസ്സസ്, യൂണിവേഴ്സിറ്റീസ് എല്ലാം റൂം ടെമ്പറേച്ചറായിരിക്കും. ആൻഡ് ഈ എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ -°C ഉള്ള സ്ഥലത്ത് കോളേജുകളോ ആൾ താമസമോ ആൾപ്പാർപ്പോ ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കും താമസിക്കാം എന്നാണ് അതിനർത്ഥം. ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക്, ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഹായ് അക്ഷയ്, വെൽക്കം അക്ഷയ്. ഐ മീൻ താങ്ക് യു. ഓഹോ, യു വെൽക്കം. അപ്പോൾ അക്ഷയ് ഒരു 10 മിനിറ്റ് ഒന്നിരിക്കുക. ഞാനിവിടെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ട് വരാം. ഓക്കെ ഓക്കെ. അക്ഷയ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്, ലൈക്ക് 3rd ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു റഷ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന്. ആ യൂണിവേഴ്സിറ്റിൻ്റെ പേരാണ് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി, ഫെഫു. അപ്പോൾ റഷ്യയിൽ 2 തരം യൂണിവേഴ്സിറ്റികളുണ്ട്, ഫെഡറൽ യൂണിവേഴ്സിറ്റി ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ. ആൻഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഫെഡറൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും, കൺട്രോൾ ബൈ ഫെഡറൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് മീൻസ് ഓരോ സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബോത്ത് ആർ ഗുഡ്. പിന്നെ ഇതിന് ദേ ആർ ഡിവൈഡഡ് ലൈക്ക് ദേ ആർ ക്ലാസിഫൈഡ് ഇൻ റാങ്കിങ്, വേൾഡ് റാങ്കിങ്. ഈ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിൻ്റെ വേൾഡ് റാങ്കിങ് 1541 അങ്ങനെ എന്തോന്ന് തോന്നുന്നു. യു ക്യാൻ ചെക്ക് വേൾഡ് റാങ്കിങ് നിങ്ങൾക്ക് നോക്കാം. എന്തായാലും 2000 റാങ്കിങ്ങിനകത്ത് വരുന്ന വേൾഡിലുള്ള ഒരു സൂപ്പർ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ. ആൻഡ് അതൊരു നമ്മുടെ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ നേരിട്ട് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നൊരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ്. കിടക്കുന്നത് നേരത്തെ മാം പറഞ്ഞ പോലെ മോസ്കോ അങ്ങേയറ്റാണെങ്കിൽ ഫാർ ഈസ്റ്റേൺ അല്ലെങ്കിൽ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞ സിറ്റി ഇങ്ങേയറ്റാണ്. ഓക്കെ. അപ്പോൾ റഷ്യ ഇസ് എ ബിഗ് കൺട്രി. ഈ യൂണിവേഴ്സിറ്റിക്കുള്ള ചില സവിശേഷതകളും ചില പ്ലസ് പോയിൻറ്റ്സും പിന്നെ അവിടെ എങ്ങനെ പഠിക്കാമെന്നുള്ളതും അങ്ങനെയൊക്കെ അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ കൂടിയായിരിക്കും ഈ വെബിനാർ. ഓക്കെ. അപ്പോൾ ഇത് ഒരു സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ. ഇങ്ങനെ ഒരുപാട് വെബിനാറുകൾ വരും, ഒരുപാട് യൂണിവേഴ്സിറ്റികളും ഒരുപാട് കൺട്രീസും നമ്മൾ വരും ദിവസങ്ങളിൽ പഠിച്ചും ഡിസ്കസ് ചെയ്തും ഡിബേറ്റ് ചെയ്തും ഉണ്ടാവും. സോ അങ്ങനെ ഒരു സീരീസ് ഓഫ് വെബിനാർസിലൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് MBBS അബ്രോഡ് എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാനും അതുവഴി നിങ്ങൾക്കൊരു ഡിസിഷനിലേക്ക് എത്താനും പറ്റും. ഓക്കെ. ഇനി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി എന്താ നിങ്ങൾ വെറുതെ ഇമാജിൻ ചെയ്തെടുക്കും. കറണ്ട് എന്നുള്ള സംഭവം നിങ്ങളുണ്ടോ? ഇല്ലല്ലോ. വെറുതെ ഇമാജിൻ ചെയ്യല്ലേ, ഇലക്ട്രോൺ, എന്ത് ഇലക്ട്രോൺ, എവിടെ ന്യൂട്രോൺ,
എവിടെ പ്രോട്ടോൺ? ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ ഇവർ ഷോക്ക് അടിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ, അതല്ലാതെ ഇലക്ട്രോൺ എവിടെ നിന്ന് മനസ്സിലാവുള്ളൂ. അതേപോലെ വെറുതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വാട്ട് ഈസ് ഇറ്റ്? എനിക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റും? ഇറങ്ങി ഇതാ ഒരു ബ്രിഡ്ജാണ്. റസ്കി എന്ന് പറഞ്ഞൊരു ഐലൻഡാണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. സോ ഇതൊക്കെ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞ നാടാണ്. വെരി ബ്യൂട്ടിഫുൾ നാട്. സി, ആൻഡ് ഈ ഐലൻഡാണ് റസ്കി ഐലൻഡിലേക്ക് വ്ളാഡിവോസ്റ്റോക്ക് എന്നുള്ള കണക്ഷൻ. എക്സ്റ്റെൻഡ് ട്രാൻസ്മിറ്റ് ബ്രിഡ്ജ് ഹൈവേസ് 3100 മീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. 12-ലായിരുന്നു കംപ്ലീറ്റ് ചെയ്ത്. $1.18 ബില്യൺ ആണ് അതിൻ്റെ ചിലവ് ടോട്ടൽ. സൂപ്പർ സെനിക് യൂണിവേഴ്സിറ്റി. സി, ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ടോട്ടൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ട്രക്ചർ. ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സും ഇത്രയും ബ്ലോക്സും സ്റ്റുഡൻറ്റ് ബ്ലോക്സ്, പല 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 ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ ബ്ലോക്ക്. ഇത് അവിടെയുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് റൂംസ് അല്ലെങ്കിൽ കോൺഫറൻസ് റൂംസ്, ആനുവൽ മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന ഒരു സെഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേൾഡ് കോൺഫറൻസസ് നടക്കാറുണ്ട്. ഈ ഏഷ്യൻ പസഫിക് സമ്മിറ്റ്സ് അധികവും നടക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ്. ഉദാഹരണത്തിന് നമ്മുടെ പ്രധാനമന്ത്രി മോഡി ആൻഡ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നമ്മുടെ റഷ്യയിൽ പോയി വ്ളാഡിമിർ പുടിനുമായിട്ട് സംസാരിച്ചതും ഒരുപാട് പ്രസ്ഥാനങ്ങൾ പറഞ്ഞതൊക്കെ ഈ യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ്. ദ മീറ്റിംഗ് വാസ് ദിസ് യൂണിവേഴ്സിറ്റി. ഓക്കെ, സോ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യവും കൂടിയുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. മെനി വേൾഡ് ലീഡേഴ്സ് കം ടു ഹിയർ ഫോർ ദ സമ്മിറ്റ്സ് ആൻഡ് മീറ്റിംഗ്സ് ആൻഡ് ഓൾ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പല തരത്തിൽ, അതായത് വേൾഡിലുള്ള ഏതാണ്ട് എല്ലാ കോഴ്സുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ലൈക്ക് ആർക്കിടെക്ചർ, ബയോമെഡിസിൻ ആൻഡ് അഡ്വാൻസ്ഡ് റിസർച്ച് സെൻറ്റേഴ്സ്. സി, നിങ്ങൾക്ക് കാണാം അതിൻ്റെ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ കാണാം. ഇത് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളൊരു ഫെസിലിറ്റീസ് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണിത്. അത് എന്നെക്കാളും കൂടുതൽ ചിലപ്പോൾ സ്റ്റുഡൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. വാട്ട് യു എക്സ്പെക്ട് ആൻഡ് വാട്ട് യു സീ ദ റിയാലിറ്റി, അവിടെയാണ് എപ്പോഴും പ്രശ്നങ്ങൾ വരിക. എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ് എപ്പോഴും നമ്മളെ വിഷമിപ്പിക്കുക. അപ്പോൾ വാട്ട് യു എക്സ്പെക്ട് ആൻഡ് വാട്ട് യു ഗോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി വിൽ ബി സെയിം. ഇതാണ് അവിടുത്തെ കോൺഫറൻസ് ഹാൾ. ഇത് വൺ ഓഫ് ദ മീറ്റിംഗ് ആണ്, സം ഓഫ് ദ സമ്മിറ്റ് ആണ്. ഓക്കെ, പോട്ടെ. ഇതിനെക്കുറിച്ച് നമുക്ക് ലൈക്ക് സം ഓഫ് ദ പ്രോഗ്രാംസ്. ഇതാണ് ഇനി ഹോസ്റ്റൽ, ക്യാമ്പസ് ഹോട്ടൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങൾ കാണിച്ചു തരാം. അതിനകത്തുള്ള റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലൊന്നും അല്ല കേട്ടോ, ഇതിൻ്റെ ക്യാമ്പസിനകത്തുള്ള ഹോട്ടൽ അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസാണ്. നിങ്ങൾ കണ്ടോളൂ. ഇതാണ് നിങ്ങൾക്ക് കിടക്കാൻ പോകുന്നത്. കിടക്ക, കോച്ച്, സ്റ്റഡി ടേബിൾസ്, പുറത്തേക്കുള്ള ഒരു വ്യൂ, ഫാസേഡ് ഓഫ് scenic view, cycling, classes, jogging around, like artificial waterfalls, everything inside. അവരൊരു ലൈക്ക് ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ക്രിയേറ്റ് ചെയ്തു. പ്ലേയിങ് ഗ്രൗണ്ട്സ്, എവറിഥിങ്. വോളിബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട്, ബാഡ്മിൻ്റൺ, സ്വിമ്മിങ് പൂൾസ്, എവറിഥിങ് ആൻഡ് എനിത്തിങ്. ഇത് കൂടുതലായിട്ട് നമുക്ക് അക്ഷയോട് ചോദിക്കാം. അക്ഷയ് കേൾക്കാമോ? പറ അക്ഷയ്, ഈ കാണിച്ചതൊക്കെ ശരിക്കുള്ളത് തന്നെയാണോ? അതെ, ഒന്നുപോലും ഇല്ലാത്തതായിട്ടില്ല, എല്ലാം കറക്റ്റ് ആണ്. എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇതേപോലൊരു വെബിനാർ അല്ല, സെമിനാറിൽ അക്ഷയ് മുമ്പ് പങ്കെടുത്തിരുന്നോ? ഇല്ല, ഇതുവരെ ഇല്ല, ഇതിപ്പോ ആദ്യമായിട്ടാണ്. ഫൈൻ, ഓക്കെ. ഇത് വെബിനാർ ആയിരുന്നു. മുമ്പ് നമ്മുടെ നേരിട്ട് കാണുന്ന സെമിനാറിൽ പങ്കെടുത്ത ഏതെങ്കിലും സെമിനാറിൽ പങ്കെടുത്തായിരുന്നോ? ഇല്ല, ഇതുവരെ ഇല്ല. ഓക്കെ, ഫൈൻ, ശരി. ഇവിടുന്ന് പോകുമ്പോൾ അക്ഷയ്ക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തായിരുന്നു ആസ് എ സ്റ്റുഡൻറ്, ആസ് എ 12th പാസ്ഡ് സ്റ്റുഡൻസ്? അത് ഫസ്റ്റ് ഓഫ് ഓൾ
വീട് വിട്ട് മാറി നിന്നിട്ടില്ലായിരുന്നു അതുവരെ. അപ്പോ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്താണ്, അങ്ങനെ ഒരു ഒറ്റ ഐഡിയ ഇല്ലായിരുന്നു. ആകെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ കീഴിൽ പോകുന്നു, അത് മാത്രമായിരുന്നു ഒരു വിശ്വാസം എന്നുള്ളത്. പിന്നെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട് കോളേജിനെ കുറിച്ച്. പിന്നെ ഇവിടെ വന്നു എല്ലാം കണ്ടു. ഞാൻ വീഡിയോയിൽ കണ്ടതും നിങ്ങൾ പറഞ്ഞതും എല്ലാം കറക്റ്റ് ആണ്. അതില് ഒന്നുപോലും എന്താ പറയാ കുറവായിട്ട് തോന്നിയിട്ടുമില്ല, കൂടുതലായിട്ട് തോന്നിയിട്ടുമില്ല, എല്ലാം പക്കയാണ്. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? ഇന്നുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ക്ലാസ്? ലോക്ക്ഡൌൺ ആണോ? ലോക്ക്ഡൌൺ ആണ്. ക്ലാസ് മൈക്രോസോഫ്റ്റ് ടീംസ് ഇല്ലേ, അതില് ഓൺലൈൻ ക്ലാസ് ആണ്. സോ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു അത്യാധുനിക ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ വേറിട്ട് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്, കുറച്ചും കൂടെ റിസർച്ച് ഓറിയന്റഡ്, കുറച്ചും കൂടെ ഫെസിലിറ്റീസിന്. അങ്ങനെയുള്ള കാര്യത്തിൽ അക്ഷയ്ക്ക് എന്താ പറയാനുള്ളത്? അല്ല, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെ ഇപ്പോ ഇന്ത്യയിൽ തന്നെ ഇപ്പോ IIT ആയിരുന്നാലും എയിംസ് ആയിരുന്നാലും ആ ഒരു ലെവല് അതിനേക്കാൾ ഒരുപടി മുന്നിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ. മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതെ. പിന്നെ ഓഫ് കോഴ്സ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് കീഴിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ബാക്കി റഷ്യയിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ പോലെ അല്ല. സോ ഇവിടുത്തെ സർട്ടിഫിക്കറ്റിന് അതിന്റേതായ ഒരു വിലയുണ്ട്, അതുപോലെ വാല്യൂ ഉണ്ട്. ലോകത്ത് എവിടെ ചെന്നാലും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നല്ലൊരു കണക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രൈം മിനിസ്റ്ററും ബാക്കി ഇവിടുത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അതുപോലെ എല്ലാ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും മീറ്റിംഗും കോൺഫറൻസും എല്ലാം ഒരുക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ്. സോ ഗ്ലോബലി ഒരു എക്സ്പോഷർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. എല്ലാ രാജ്യത്തെ നേതാക്കന്മാർക്കും അറിയുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ ക്യാമ്പസ്. അതിൻ്റെതായ സെക്യൂരിറ്റി ഉണ്ടാവും. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇവിടെ ഡോർമെട്രീസ് ആണെങ്കിൽ പോലും എല്ലാ ഡോർമെട്രീസിലും സെക്യൂരിറ്റി സർവീസ് ഉണ്ട്. അവര് വിസിറ്റേഴ്സ്, ഇപ്പോൾ നമുക്കിപ്പോ ഫ്രണ്ട്സ് എല്ലാവരും പല പല ഹോസ്റ്റൽസിലായിരിക്കും. അപ്പൊ ഇൻ കേസ് ഇപ്പൊ അവർക്ക് നമ്മുടെ റൂമിലേക്ക് വരണം, പഠിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ ടൈം പാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും അവര് വന്നാലും അവരെ ഫുൾ ചെക്ക് ചെയ്ത് വേറെ പ്രശ്നമൊന്നും ഇല്ല അങ്ങനെ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ആക്സസ് കൊടുക്കുള്ളൂ. ഓക്കെ, അക്ഷയ് ഏത് വർഷമാണ് ഇപ്പോൾ പഠിക്കുന്നത്? ഞാനിപ്പോ തേർഡ് ഇയർ. ഓക്കെ, കഴിഞ്ഞ 2 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ സ്റ്റഡീസ്? എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു കഴിഞ്ഞ 2 വർഷം. ഞങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പോ ടച്ച് വിട്ട് നിന്നാൽ ഇപ്പൊ ഇൻ കേസ് ഒരു സെമ്മ് കഴിഞ്ഞ് അടുത്ത സെമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം ഒരു 20-25 ദിവസം ഗ്യാപ്പ് വരും. ഈ ടൈമിൽ നമ്മൾ റഷ്യൻ ലാംഗ്വേജ് ആണല്ലോ, അത് യൂസ് ചെയ്യും പോലെ ഇരിക്കും നമ്മൾ എത്രത്തോളം ഓർത്തിരിക്കുന്നു എന്നത്. ഓക്കെ, അപ്പൊ എനിക്കൊരു റഷ്യൻ ലാംഗ്വേജിൽ ഒരു നമസ്കാരം പറഞ്ഞിട്ടൊന്ന് കത്തില്ല. സ്പെസിബ അക്ഷയ്, ഐ കം ബാക്ക് ടു യു. ഓക്കെ, ഇതാണ് അക്ഷയുടെ ഒരു ടെസ്റ്റിമോണിയൽ, അല്ലെങ്കിൽ അക്ഷയ്ക്ക് പറയാനുള്ള ഒരു സിമ്പിൾ വേർഡ്സിൽ ജെന്യൂനായിട്ട് സിൻസിയറായിട്ട് നമ്മൾ കണ്ടാണ് അക്ഷയുടെ എക്സ്പ്രഷൻസ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചതും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി വേണ്ട, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങളൊരു ലൈക്ക് ഇവിടെ പാരൻസ് വല്ലവരും ഉണ്ടെങ്കിൽ പാരൻസിന് ചില കുട്ടികൾ പറയുന്നതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ വേർഡ്സ് അവർ മുൻഗണന അല്ലെങ്കിൽ അവർ പരിഗണിക്കുന്നത് ഒരു പാരൻറ്റിൻ്റെ വാക്കാണ്. മേ ഐ വെൽക്കം മിസ്റ്റർ Advocate Hassan Kuti from Thrissur. Good afternoon. Hi. Good afternoon. Fine. How are you? I am so good, fine. Thank you. സന്തോഷം, വളരെയധികം സന്തോഷം. ലോക്ക്ഡൗൺ ആയിട്ട് നമ്മളിത് ഒരുപാട് കാലമായല്ലേ കണ്ടിട്ടല്ലേ? Yes. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. Yes, sure. എന്ത് പറയുന്നു? സുഖായിരിക്കുന്നു. From the beginning I am hearing you and I am watching. എങ്ങനെയുണ്ട്? Very so good. Very fine. Very fine. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ലൈക്ക് ഒരു മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ നിന്നുള്ളൊരു മാസം കടന്നുപോയി, എന്നിട്ടും ഞങ്ങൾ കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് കുട്ടികളിലേക്ക് എത്തേണ്ട സമയമായി. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പല കാര്യങ്ങളും മിസ്സായി പോകുന്നു എന്നുള്ളത് വന്നപ്പോഴാണ് ഒരു പുതിയതായിട്ടുള്ള ടെക്നോളജിയിലേക്ക് നമ്മൾ നമ്മുടെ ചുവടുകൾ മാറ്റിയത്. ഇതിനോട് നിങ്ങൾ എന്ത് പറയുന്നു? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? This is very good step you have already been taken, because now the lockdown is going on. Thank you. Not only
Malayalis or every entire people of the world, they are suffering very pathetic condition now. അതെ. So in this event, you take this opportunity to entertain the students and the parents. It's a very good thing. Thank you. We are enlightening their education, we are clarifying their doubts. സാറിൻ്റെ മകൾ എവിടെയാണ് പഠിക്കുന്നത്? Far Eastern Federal University. Far Eastern Federal Now, University. First year is going on. First year is going on. എങ്ങനെയുണ്ട്? സാർ ഹാപ്പിയാണോ? മകളല്ല, സാർ ഹാപ്പിയാണോ? Me and my wife is very happy. And my thank you so much. daughter is also very happy. Thank you so much. I know daughter is happy, but I'm asking, are you happy? Yes, exactly. 100%. Okay. വിളിക്കാറുണ്ടോ? ലോക്ക്ഡൗൺ ആയിട്ട് മോള് വിളിക്കാറുണ്ടോ? Today morning also. Today, right now, I think she is calling with my wife. Okay. In upstairs. Okay. Sir, ഞാൻ ആസ് എ പാരന്റ് ഈ കുട്ടികളെ വിദേശത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചെറിയ ചെറിയ സംശയം, ഈവൻ ഇഫ് ഐ കം ടു എ പ്ലേസ്, ഇഫ് ഐ ടോക്ക് ടു സംതിങ്, ഐ എം ടോട്ടലി സ്ട്രേഞ്ചർ. ഇപ്പോൾ എനിക്ക് ഈ മുമ്പിലിരിക്കുന്ന +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ഞാൻ സ്ട്രേഞ്ചർ ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു, അവർ അഡ്മിഷൻ എടുത്തു, പിന്നീടാണ് ഞങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു സെമിനാർ അല്ലെങ്കിൽ ആ ഫസ്റ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ അവരും ഞങ്ങളും സ്ട്രേഞ്ചേഴ്സാണ്. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരുന്ന പല കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ഉൾക്കൊണ്ടു, ആ ഉൾക്കൊണ്ടതിന് അപ്പുറം നിങ്ങളുടെ മനസ്സിലുണ്ടായ ചെറിയ സംശയങ്ങൾ അതെന്തൊക്കെയായിരുന്നു, ഒന്ന് വിവരിക്കാമോ? ഡെഫിനറ്റ്ലി ഹാഷർ. നേരത്തെ മാസ്റ്റർ അക്ഷയ് പറഞ്ഞതുപോലെ സ്റ്റുഡൻസിനും മാത്രമല്ല, ഞങ്ങൾ പാരൻസിനും വളരെ ക്യൂരിയോസിറ്റിയും ആങ്സൈറ്റിയും ഉണ്ടാവുമല്ലോ. മക്കൾ പോകുന്ന എസ്പെഷ്യലി ഇൻ അബ്രോഡ്, ദാറ്റ്സ് ഓൾസോ ഇൻ എ വെരി ബിഗ് കൺട്രി ലൈക്ക് റഷ്യ. ഓക്കെ. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് സെപ്റ്റംബർ 26 മോള് അടക്കമുള്ള 34 കുട്ടികൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോകുന്നത്. ഓക്കെ. ആസ് യു നോ, നമ്മൾ ഒരുമിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അവരെ സീ ഓഫ് ചെയ്യണത്. ഓക്കെ. അതിന്റെ 2 ദിവസം മുമ്പാണ്, ഐ മീൻ 22 നമ്മൾ കൊച്ചി എറണാകുളം നോർത്തില് ഒരു ടേക്ക് ഓഫ് പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുന്നത്. അതെ, ഒരു ടേക്ക് ഓഫ് പ്രോഗ്രാം. അതെ. യെസ്. അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ആസ് എ ന്യൂ പേഴ്സൺ, മീ ആൻഡ് ലൈക്ക് മൈ ഡോട്ടർ ഓൾസോ, ഞങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ മോള് ഇവിടുന്ന് യാത്ര ചെയ്തത് ഫ്രം നെടുമ്പാശ്ശേരി ടു ഡൽഹി ടു സിയോൾ ടു വ്ളാഡിവോസ്റ്റോക്ക്. ഓക്കെ. ഈ ഏറ്റവും വലിയ ആങ്സൈറ്റി ഇത്ര വലിയൊരു യാത്രയെ കുറിച്ചായിരുന്നു. ഓക്കെ. കാരണം പ്രത്യേകിച്ച് എൻ്റെ മോളെ സംബന്ധിച്ച് ഒരു ട്രാവലിംഗ് സിക്ക് ഉള്ള ഒരു കുട്ടിയാണ്, വോമിറ്റ് ചെയ്യണ ഒരാള്. പക്ഷെ വെരി ഹാപ്പി ടു സേ ദാറ്റ് അവള് വളരെ പ്ലഷറിലാണ് അവിടെ എത്തിയത്. പ്രത്യേകിച്ച് 34 കുട്ടികളും ശരത് സാറും അടങ്ങുന്ന ആ ടീം വളരെ എൻജോയ് ചെയ്തിട്ടാണ് അവർ റഷ്യയിലെത്തിയത്. സോ അവർ നിങ്ങൾക്കൊരു വിഷമിക്കാനുള്ള ഒരു വക തന്നിട്ടില്ല? Nothing else. Even a single moment she never missed her parents or missed her atmosphere. She really enjoyed, I think. അവിടെ എത്തി, ഓരോ സ്റ്റേഷനിലും ഡൽഹിയിലെത്തി ഞങ്ങളുമായി വീഡിയോ കോൾ ചെയ്തു. ഏർലി മോർണിംഗ് 3 o'clock കൊറിയയുടെ സിയോളിലെത്തി ഞങ്ങളുമായിട്ട് വീഡിയോ കോൾ ചെയ്തു. ഓരോ സംഭവങ്ങളും നിങ്ങൾ അവര് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ഡെസ്റ്റിനേഷനും. ഇത് തന്നെയാണ് ആക്ച്വലി ഞാൻ ഇവർക്ക് എനിക്ക് കൺവേ ചെയ്യാനുള്ള ഒരു മെസ്സേജ്. അതായത് വാട്ട് വി സേ ടു സ്റ്റുഡൻസ്, വാട്ട് വി സേ ടു പാരൻസ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ചെന്നാക്കും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും. ഇത് ജസ്റ്റ് എ നോമിനൽ പ്രോമിസ് ആണോ, അതല്ല വാട്ട് യു ഫെൽറ്റ് ഇറ്റ്, നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നാണോ എന്ന് എൻ്റെ ചോദ്യം. അത് യു ഹാവ് സെഡ് ഇറ്റ് വെരി കറക്റ്റ്ലി ഇൻ എ ഡിഫറെൻറ്റ് മാനർ. എനിക്ക് ഈ മുമ്പിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു അസൻക ഫോർ ജോയിനിങ് us. Thank you so much. Thank you. Okay, and madam. Yes. Madam, so students are very happy, like they know what is Russia, what is
studying in Russia. And Yeah, do you have I anything to know say some finally? students. I know some students who are studying in Far East University. Yeah, I just, yes, I actually, please allow me to take this opportunity to share a very interesting and very useful information with the parents and the students about Russian education, that Russia offer every year scholarship. Yeah. So I don't want to talk about it more in details, but students and parents can check website Future in Russia. So there is about our scholarships, and that is the website where you can register for scholarship. Okay. So still That's a time is good point. there. I don't know for MBBS, but you can share this information with the students who wants to study engineering or some other course. So Okay. that's what I want to share this. Thank you, ma'am. So you mean to say that Russia is very, very welcoming country for the Indian students or the students around the world? Yes, yes. They even give And if you, scholarships. yes, there are scholarships. This year, 100 അവള് അവിടെ നിന്നിട്ട് വിളിച്ചു ചോദിക്കുന്നത്. Russia offered 100 scholarships each year for Indian students. So Thank you. Thank you. it's very, yes, Thank yes. you so much, ma'am. I'll explain the same to students. Thank you so much for cooperating, and thank you so much for being with us, and thank you so much for explaining to the students and clarifying the doubts. Thank you so much, ma'am. Thank you. Thank I you. still Thank you. and I hope you will continue with the students and with the Indians, and I'm very thankful to all the Russians. Thank you, ma'am. They And- can easily contact us also in our center. Sure, ma'am. Sure. We'll do that, definitely. See, ഞാൻ 12th പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചേഴ്സ് പഠിപ്പിച്ചൊരു സംഭവമാണ്. ഞാൻ 12th അല്ല 10th പഠിക്കുമ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് വിൽ നെവർ കം ടു യു ഓൾവേസ്. വൺസ് എൻ ഓപ്പർച്യൂണിറ്റി കെയിം, യു ഹാവ് ടു ഗ്രാബ് ഇറ്റ്. വാട്ട്? അജ്മൽ? യെസ്, പ്ലീസ് അജ്മൽ, പ്ലീസ് ആസ്ക്. About fees. ഓക്കെ, അബൌട്ട് ഫീസ്. യെസ്, കറക്റ്റ് ഒരു പോയിന്റാണ്. ഐ ഡിഡ്ന്റ് മെൻഷൻ അബൌട്ട് ഫീസ്. ഫൈൻ. ഈ ഇൻ ഫാർ ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ആണല്ലോ പെർട്ടിക്കുലർലി ചോദിച്ചത്? Yeah. ഓക്കെ. ഫാർ ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് സ്ട്രക്ചർ ഏതാണ്ടൊരു 2.8 അല്ലെങ്കിൽ 2.93 ലാക്കിൻ്റെ അകത്ത് വരും. ഓക്കെ. ഇത് 2 സെമസ്റ്ററായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാം. ഫസ്റ്റ് സെമസ്റ്ററിൽ പകുതി, സെക്കൻഡ് സെമസ്റ്ററിൽ പകുതി. ഇത് ട്യൂഷൻ ഫീ ആണ്. ഒരു 3 lakh in an year and 1.5 first sem and 1.5 second sem or 3.2. അത് നിങ്ങളുടെ ഒരു 4,500 4,800. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3.2 അല്ലെങ്കിൽ 2.8 ഞാൻ പറയാൻ കാരണം, വെൻ 2019 ബാച്ച് സ്റ്റുഡൻസ് പോകുമ്പോൾ ഡോളർ റേറ്റ് ഒരു 66 67 അല്ലെങ്കിൽ 70. ഇന്നത് 75 ആണ്. അപ്പോൾ $1 5 വെച്ചിട്ട് ചിലപ്പോൾ ഇപ്പോൾ കൂടുമായിരിക്കും. ബട്ട് ചിലപ്പോൾ ഈ കൊറോണ കണ്ടീഷൻസ് ഒക്കെ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴേക്കും ഡോളർ റേറ്റ് വിൽ അഗെയിൻ കം ബാക്ക് ടു 68 or 65. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ട്യൂഷൻ ഫീ മാറുക. ബട്ട് അറൗണ്ട് 2.8 to 3.3 ഇതാണ് വരിക. ഇതിനെ നേരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സെമസ്റ്ററായിട്ട് നിങ്ങൾക്ക് അടക്കാം. ഓക്കെ. ഫസ്റ്റ് സെം പകുതി, സെക്കൻഡ് സെമ്മിൽ പകുതി. ഇതിനകത്ത് ഹോസ്റ്റൽ ഫീസ് കാണില്ല. ഹോസ്റ്റൽ ഫീസ് പെർ മന്ത് നിങ്ങൾക്ക് അടക്കാം. ഈ പെർ മന്ത് $50, അറൗണ്ട് 3,500 to 4,000 rupees. ഇത് 2 ഷെയറിംഗ് ഉണ്ട്, 3 ഷെയറിംഗ് ഉണ്ട്. യു ക്യാൻ ഓപ്റ്റ് ആഫ്റ്റർ ഗോയിങ് ദർ. നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടെയുള്ള ഫ്രണ്ട്സ് കിട്ടുന്ന റൂം ഇതിനനുസരിച്ച് നിങ്ങൾ പേ ചെയ്താൽ മതി. ഓരോ മാസം 3,500 മുതൽ 4,000 രൂപ വരെ മാത്രമാണ് റൂമിന് കൊടുക്കേണ്ടത്. ദാറ്റ് ടു വിത്ത് എക്സലൻറ്റ് ഫീച്ചേഴ്സ് ആൻഡ് എക്സലൻറ്റ് സൂപ്പർ ഫെസിലിറ്റീസ് ലൈക്ക് എ 7 star. ഫുഡ് ഫെസിലിറ്റീസ് എങ്ങനെയാണല്ലേ? ഫുഡ് ഫെസിലിറ്റീസ് അക്ഷയ് ഒന്ന് പറഞ്ഞോളൂ. അക്ഷയ് എങ്ങനെയാണ്, നിങ്ങൾ പോകുമ്പോൾ തന്നെ കുക്കായിരുന്നോ അല്ല എടുത്തിട്ടാണോ കുക്കായി മാറിയത്? പറഞ്ഞോളൂ അക്ഷയ്. അന്നപ്പോ ഒന്നും അറിയത്തില്ലായിരുന്നു, Okay. ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണും പോലെ ഹോസ്റ്റൽസ് തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യും, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞാൻ വന്നപ്പോ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ നമുക്കിപ്പോ കാണുന്ന പോലെ കഫ്റ്റീരിയകളുണ്ട്, അവിടെ പോയി വാങ്ങിക്കാം, ഓർഡർ കൊടുത്ത് കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വെസൽസ് വാങ്ങിച്ച് ഓൺ കുക്കിംഗ് സെൽഫായിട്ട് ചെയ്യും. നോർമലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നിങ്ങൾ നോർമലി ബ്രെഡ് ആൻഡ് ഓംലെറ്റ് ഒക്കെ ആയിരിക്കും അല്ലേ? ബ്രെഡ്, ഓംലെറ്റ്, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്? ഇതൊക്കെയായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ അരി, തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗ്രോസറി പോയി കിട്ടില്ലേ? മാർക്കറ്റിൽ റീനൊക്കെ എല്ലാം ഉണ്ട്. ചിക്കൻ, മീറ്റ് എല്ലാം. മസാലാസ് മാത്രം ഇവിടെ അധികം കിട്ടാറില്ല, ബാക്കിയെല്ലാം അതേ കിട്ടാറുണ്ട്. ബാക്കിയെല്ലാം കിട്ടാറുണ്ട്. ഓക്കെ, ഫൈൻ. താങ്ക് യു അക്ഷയ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അബ്ദുൽ അസീസ് പ്ലീസ്.
ഹായ്. ഹായ്, കേൾക്കാമോ? പറയും. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. അപ്പം ഞാനിതിൽ നോക്കിയപ്പോൾ കുറച്ച് യൂണിവേഴ്സിറ്റീസ് റഷ്യയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നും ഇപ്പം നിങ്ങൾ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്നും കണ്ടു. ഓക്കെ. അത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ്, അല്ലെങ്കിൽ ഫെഡറൽ എന്തെങ്കിലും പ്രയോറിറ്റി കൂടുതൽ, അല്ലെങ്കിൽ സ്റ്റേറ്റിന് എന്തെങ്കിലും പ്രയോറിറ്റി കൂടുതൽ, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നറിയാം. ഉണ്ട് ഉണ്ട്, ഡെഫിനറ്റ്ലി. നിങ്ങൾ എന്തുകൊണ്ട് IIT-യിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു? അഫ്കോഴ്സ് അത് സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട്. ആണ്. എന്തുകൊണ്ട് എയിംസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു? സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട്. ഫൈൻ, സെയിം. ഫെഡറൽ എന്ന് പറഞ്ഞാൽ സെൻട്രലും, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റും ആണ് അവിടെ. ഓക്കെ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായാലും തീർച്ചയായും ഉണ്ടാവും സ്റ്റുഡൻസിന്. ഈ നമ്മുടെ നാട്ടിലുള്ള എയിംസിനേക്കാളും കൂടുതൽ റിസർച്ച് ഓറിയൻറ്റഡ് ഫെസിലിറ്റീസ് ആണ് ഫാർ ഈസ്റ്റേണിലുള്ളതെന്ന് ഞാൻ പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. നേരത്തെ അക്ഷയ് എന്ന് പറഞ്ഞിരിക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും സൂപ്പർ ഫെസിലിറ്റീസും റിസർച്ച് ഓറിയൻറ്റഡുമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് ഫാർ ഈസ്റ്റേൺ, ഡെഫിനറ്റ്ലി. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസിൽ വലിയൊരു വേരിയേഷൻ വരുന്നുണ്ടോ? ഇല്ല. ഫീസ് ആക്ച്വലി എൻ്റെ ഒരു കോൺസെപ്റ്റ് ഫീസ് കുറച്ചും കൂടെ കുറവാണ്. ആൻഡ് സെമിസ്റ്റർ ഫീസ് അടക്കാനുള്ള ഫെസിലിറ്റി ഫെഡറൽ യൂണിവേഴ്സിറ്റീസാണ് കൊടുക്കുന്നത്. ലൈക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ജിപ്മർ അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ IIT, ഈ നല്ല യൂണിവേഴ്സിറ്റികൾ, ഫെഡറൽ യൂണിവേഴ്സിറ്റികൾ ഫീസിലല്ലല്ലോ, അവർ സെലക്ഷനിലും അവരെപ്പോഴും ഫീസ് കുറവായിരിക്കും, ബട്ട് ക്വാളിറ്റി കൂടുതലായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഫാർ ഈസ്റ്റേൺ. സെലക്ഷൻ ക്രൈറ്റീരിയയും സെയിം ആയിരിക്കും. സെലക്ഷൻ ക്രൈറ്റീരിയ ഇപ്പോൾ അവിടെ റഷ്യയിലുള്ള കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടെ പാടായിരിക്കും. ബട്ട് ഇത് നമ്മൾ എന്ന് പറയുമ്പോൾ ശരിക്കും നോൺ റഷ്യൻസ് ആണ്. ഐ മീൻ നമ്മളെ NRI പോലെ NRR ആണ്, നോൺ റഷ്യൻ റെസിഡൻസ്, റൈറ്റ്? ഓക്കെ. അപ്പോൾ നോൺ റഷ്യൻ റെസിഡൻസിന് റിസർവ് ചെയ്തിട്ടുള്ള കാറ്റഗറി സീറ്റ്സ് ഉണ്ടാവും. അതിനകത്ത് നമ്മളിവിടെ 50% ഓഫ് ദ മാർക്സ്, അതായത് 60% മാർക്ക് ഉണ്ടെങ്കിൽ പ്രയോറിറ്റി കൂടുതലാണ്, ബട്ട് 50% മിനിമം. അപ്പോൾ 50% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ സീറ്റ് എവിടെയും ഗ്യാരണ്ടീഡ് അല്ല, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. 60% മുകളിൽ മാർക്കുള്ളവർ എത്രയുണ്ട് അപ്ലിക്കേഷൻസ് അയക്കുന്നു, സീറ്റ്സിൻ്റെ പരിധി എപ്പോഴാണ് കഴിയുന്നത് അതുവരേക്കും അഡ്മിഷൻസ് ഉണ്ടാവും. ഐ തിങ്ക് നമ്മുടെ നാട്ടിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും, എല്ലാ കൺട്രിയും ഒക്ടോബർ വരെയൊക്കെ അഡ്മിഷൻ എടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ബട്ട് ഓഗസ്റ്റ് സെക്കൻഡ് വീക്കിൽ ക്ലോസ് ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റി, ക്ലോസ് ചെയ്യുന്നതല്ല, സീറ്റ്സ് ഫില്ലാവുന്ന ഒരു യൂണിവേഴ്സിറ്റി വേൾഡിൽ, റഷ്യയിൽ ഫാർ ഈസ്റ്റേൺ മാത്രമേ ഉള്ളൂ. സോ ഇഷ്ടമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഐ മീൻ അറ്റ്ലീസ്റ്റ് എൻറോൾ ചെയ്യുക, ഗെറ്റ് എൻ ഓഫർ ലെറ്റർ വിത്ത് യു. ഇതാണ് ഈ ഫാർ ഈസ്റ്റേണിൽ. എപ്പോഴും നല്ലതിന് കൂടുതൽ പ്രൊമോഷൻസോ മാർക്കറ്റിങ്സോ വേണ്ട, നല്ലത് എപ്പോഴും ആൾക്കാർ ചോദിച്ചു വരും. ഓക്കെ, അതെപ്പോഴും പോവാത്ത കാര്യങ്ങളാണെങ്കിലും നമുക്കതിന് പുറത്തു കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കേണ്ടുള്ളൂ. ഇത് കേട്ടറിഞ്ഞ് തന്നെ വരും. ഇതാണ് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. യെസ് പറയും. നമ്മള് സെർച്ച് ചെയ്യുമ്പോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ടോപ്പ് റാങ്കിങ് ഒക്കെ വരുന്നത്, അപ്പോ അതിന്റെ ഒരു ബേസിസ് അതെന്താണ്? ഓക്കെ, പ്രണവ്, രണ്ട് തരത്തിലുണ്ട്, യൂണിവേഴ്സിറ്റീസും മെഡിക്കൽ യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഓക്കെ, പ്രണവ് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ ടോപ്പ് റാങ്കിങ് വരുന്നത്, അത് ഏത് യൂണിവേഴ്സിറ്റി എന്നെങ്കിലും ഒന്ന് പറയാമോ? മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയാലും വരുന്നുണ്ട്. ശരി പ്രണവ്, ഓക്കെ ഫൈൻ, കുഴപ്പമില്ല പ്രണവ്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ക്ലിയർ, എനിക്ക് മനസ്സിലായി, ഡൗട്ട് എനിക്ക് മനസ്സിലായി. പ്രണവ്, അങ്ങനെയാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് MBBS പഠിക്കാൻ പറ്റില്ല. കാരണം അവിടെ MBBS റഷ്യൻ ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലില്ല. സോ വെറും ഒരു റാങ്കിങ്ങിൻ്റെ പുറത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിനെ നോക്കുകയാണെങ്കിൽ റഷ്യയിൽ ഫസ്റ്റ് റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റിയിൽ വൈ ഷുഡ് ഐ ഗോ ടു 1542? സോ there are some universities where we can study MBBS in English language, and some external factors which come as an advantage for us. കുറച്ച് ലൈക്ക് എല്ലാം റഷ്യൻ കുട്ടികൾ മാത്രമുള്ള സ്ഥലത്ത്, ഈവൻ ഇഫ് ദേ ആർ ഗിവിങ് ക്ലാസ്സസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, വിൽ യു ഗോ ആൻഡ് സ്റ്റഡി? ഒരു ഇന്ത്യൻ സ്റ്റുഡൻസും ഇല്ല, ഞാൻ മാത്രമാണ് ഇന്ത്യൻ, ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്, ഒരു അന്യഗ്രഹത്തിലേക്ക് ഞാൻ പോകുന്നൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഞാൻ പോകണമെന്നില്ല. ഇനി അടിപൊളി യൂണിവേഴ്സിറ്റിയാണ്, സൂപ്പർ ഫെസിലിറ്റീസാണ്, റഷ്യൻ മാത്രമേ സംസാരിക്കുള്ളൂ, അവിടെ ഞാൻ പഠിക്കാൻ പോവില്ല. ഇനി ഒരു സ്ഥലം, അവിടെ എനിക്ക് ഭക്ഷണമില്ല, ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ്, പക്ഷെ പട്ടിണി കിടന്ന് മരിക്കും എന്ന് ഉറപ്പാണ്, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുപോലെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പോകും. ഇനി എന്ത് റാങ്ക് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ റാങ്കിങ്ങും പഠിത്തവും കൂടാതെ ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ ദെയർ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അസ് റിഗാർഡിങ് ദ ഡിസിഷൻ. MCI റെക്കഗ്നിഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, പിന്നെ അതേപോലത്തെ പഠിച്ച് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഇവിടുത്തെ വാല്യൂസ്, ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ,
ആൻഡ് നമുക്ക് സീനിയേഴ്സ്, നമുക്ക് മുമ്പ് ഇന്ത്യൻ എക്സ്റ്റിങ്ക്റ്റ് അവിടെ ഐ മീൻ നമ്മുടെ ഒരു പൂർവികർ അവിടെ ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് ആൻഡ് ദ സ്റ്റുഡൻറ്റ് ആസ്പെക്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഹൗ ഈസ് ദെയർ ലൈക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പാരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയൊക്കെ റിവ്യൂ തരാനുള്ള വല്ല സ്റ്റുഡൻസും പാരൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പലതും നോക്കണം നമ്മൾ. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ യു റിഫൈൻ ദ യൂണിവേഴ്സിറ്റീസ്. അങ്ങനെ റിഫൈൻ ചെയ്ത് വരുമ്പോൾ യു വിൽ ഫൈൻഡ് 2000, 3000, 5000, 6000 റാങ്കിലുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ യു കാണും. അങ്ങനെ അതിൽ നിന്ന് റിഫൈൻ ചെയ്യുമ്പോൾ യു ക്യാൻ സീ ഇറ്റ് ഈസ് ടോപ്പ് സൂപ്പർ യൂണിവേഴ്സിറ്റീസ് ദിസ്. ആൻഡ് വേൾഡ് റാങ്കിങ്ങിൽ 1542 ആണെങ്കിലും റഷ്യൻ റാങ്കിങ്ങിൽ ഫാർ ഈസ്റ്റേൺ കംസ് ഇൻ 11 or 12 അങ്ങനെ എന്തോ ഒരു പൊസിഷനിലാണ് ഫാർ ഈസ്റ്റേൺ വരുന്നത് അല്ലേ? ഐ മീൻ അക്ഷയ്, റഷ്യൻ റാങ്കിങ്ങിൽ ഫാർ ഈസ്റ്റേണിൻ്റെ റാങ്കിങ് എത്രയാണ് അക്ഷയ്? വിത്തിൻ 20. സി, അപ്പോൾ റഷ്യയിൽ നിൽക്കുന്ന മുൻനിര യൂണിവേഴ്സിറ്റികളിൽ 20 നമ്പറിനകത്ത് വരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ് ഫാർ ഈസ്റ്റേൺ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാം എന്ന് വെച്ചാൽ, റാങ്കിങ്ങിൽ പഠിക്കാമെന്ന് വെച്ചാൽ പോസിബിളാണ്. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള മറ്റ് ഫാക്ടേഴ്സ് ചിലപ്പോൾ പ്രൊപ്പോർഷൻ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ലാംഗ്വേജ് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഫുഡ് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ പൂർവികരുണ്ടാവണമെന്നില്ല, ഇങ്ങനെയുള്ള ഫാക്ടർ. അപ്പോൾ എനിക്ക് ആ ഡൗട്ടിനുള്ള ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് 4:15 നമ്മൾ പറഞ്ഞ സമയമായി തോന്നുന്നു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നല്ലേ? ഓക്കെ, ഈ ഇൻടേക്കിൽ എന്തെങ്കിലും മാറ്റം വല്ലതുണ്ടാവും? ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാരണമൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? യു ആർ ആസ്കിംഗ് അബൌട്ട് കൊറോണ സിറ്റുവേഷൻസ്? അതെ അതെ. ഓക്കെ, ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ആക്ച്വലി നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമ്മൾ കേരളത്തിൽ തന്നെ നമുക്കെല്ലാം പോയിരുന്ന സിറ്റുവേഷനിൽ വീണ്ടും 10ഉം 5ഉം 8ഉം കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ക്ലാസ്സസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സസിന് കുറവില്ല. ദേ ആർ കണ്ടിന്യൂയിങ് വിത്ത് ഓൺലൈൻ ക്ലാസ്സസ്. വി ആർ ഡൂയിങ് സെമിനാർസ് ആസ് ഇൻ വെബിനാർസ്. ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നു, നിങ്ങളവിടെ ഇരുന്ന് കേൾക്കുന്നു, ഇത്രേ ഉള്ളൂ വ്യത്യാസം. ആൻഡ് ആസ് പെർ പ്ലാൻ സെപ്റ്റംബർ ഇൻടേക്ക് ഈസ് ദെയർ. സെപ്റ്റംബർ ഇൻടേക്കിന് ഇതുവരെ അതില്ലാന്നോ അത് മാറ്റി വെച്ചൊന്നുമില്ല. ഓക്കെ, പ്രോസസ് ഈസ് ഗോയിങ് ഓൺ. വി ആർ സെൻഡിങ് ആപ്ലിക്കേഷൻസ്. ദേ ആർ ആക്സെപ്റ്റിംഗ് ദ ആപ്ലിക്കേഷൻസ്. നത്തിങ് ഈസ് ചേഞ്ച്ഡ്. ബട്ട് ഇനി ഫ്യൂച്ചറിൽ അവിടെ കേസുകൾ കൂടുകയോ ഇവിടെ കേസുകൾ കൂടുകയോ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വീണ്ടും നീട്ടുകയോ ചെയ്താൽ ദർ മേ ബി എ ചാൻസസ് ടു പ്രൊലോങ് ദ പ്രസൻറ്റ് സിനാരിയോ. അതല്ലാതെ ഇൻടേക്ക് ക്യാൻസൽ ആവാനോ അല്ലെങ്കിൽ പ്രൊലോങ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ആൻഡ് നമുക്കറിയാം, ഇപ്പോൾ ലോകത്ത് തന്നെ ഇപ്പോൾ ലൈക്ക് US-ലാണെങ്കിലും ഇറ്റലിയൊക്കെ ആണെങ്കിൽ കേസുകൾ കുറച്ച് കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇറ്റലിയിലും സ്പെയിനിലൊക്കെ ദേ ആർ ഇൻ ദ വേർജ് ഓഫ് കമ്മിങ് ബാക്ക് ആൻഡ് ദേ ആർ ടേക്കിംഗ് ഔട്ട് ദ ലോക്ക്ഡൗൺ. സോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ പെട്ടെന്ന് തന്നെ ഈ ഒരു കൊറോണ കാലം പോട്ടെ, ആൻഡ് നമുക്കെല്ലാവർക്കും ആ പഴയ കാലം തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആൻഡ് എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും മാം, I am taking this opportunity, I am using this opportunity to thank you from my sincere heart on behalf of EduWorld and on behalf of all the students and all the parents who gathered here. And we really expect your cooperation in future seminars, and we are happy to enlighten the students and enlighten their knowledge with presence of you, ma'am. We are very happy to see you, and thank you so much. Thank you so much, ma'am. Thank you. We'll definitely come back to you and get to you with the next schedules and seminars, ma'am. Thank you. Yes. Bye-bye. Bye-bye. Thank you, ma'am. ആൻഡ് ഇവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികളും പാരൻസും +2 പഠിച്ചിട്ട് നാളെയുടെ കരുത്തരായി ഡോക്ടർ ആവാൻ പോകുന്ന കുട്ടികളും ആൻഡ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 വർഷം കാത്തിരിക്കുന്ന ഞാൻ ഡോക്ടർ അക്ഷയ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന അക്ഷയ് അടക്കം ഉള്ള ഫ്യൂച്ചറിൽ ഡോക്ടർ ആവാൻ പോകുന്ന കുരുന്നുകൾക്ക് അവരുടെ പ്രശ്നങ്ങളും അവരുടെ ആങ്സൈറ്റീസും അവരുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് കൊടുത്ത നിങ്ങൾക്കും ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ വിലപ്പെട്ട ഒരു മണിക്കൂറിൻ്റെ സമയം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് തന്നതിനും ഐ മീൻ ഈ ഒരു സെഷനിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ജൂനിയേഴ്സിനും ഞങ്ങൾക്കുണ്ടായ ആ ഒരു ആങ്സൈറ്റി അവർക്ക് ഞങ്ങളെ കൊണ്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള ആ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നതും വർക്കായതും very happy to see you, and thank you once again for coming to this program, all the senior students of the Far Eastern Federal University. Thank you once again on behalf of EduWorld and us. Thank you. And
ഇവിടെ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്ത് MBBS കുറിച്ച് അറിയണം എന്ന ആഗ്രഹം കൊണ്ട് ജോയിൻ ചെയ്തിട്ടുള്ള വീഡിയോയിലിരിക്കുന്ന കുട്ടികളും ഓഡിയോയിലിരിക്കുന്ന കുട്ടികളും പാരൻസും രക്ഷിതാക്കളും എന്നോട് സംശയം ചോദിച്ച സ്റ്റുഡൻസും രക്ഷിതാക്കളും എല്ലാവരോടും ഞാൻ ഒന്നുകൂടെ എജു വേൾഡിൻ്റെ ഓൺ ബിഹാഫ് ഓഫ് എജു വേൾഡ് ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് us വി ആർ താങ്കിങ് യു സോ മച്ച്. വിൽ സി. ഞങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള ചില യൂണിവേഴ്സിറ്റികളും ചില റഷ്യൻ ചില കൺട്രികളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. എ സീരീസ് ഓഫ് വെബിനാർ വി ആർ പ്ലാനിങ്. ആൻഡ് നിങ്ങളുടെ ഒരുപാട് സമയങ്ങൾക്ക് പകരം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയൊരു 2 പാരൻസ് ആൻഡ് 3 സ്റ്റുഡൻസ് ആൻഡ് കുറച്ച് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു ദിവസത്തിൻ്റെ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് നിങ്ങൾക്ക് വല്ലതും ഞങ്ങളെ കൊണ്ട് കിട്ടാൻ പറ്റുമെങ്കിൽ you should give us a feedback also. And ഞങ്ങൾക്ക് അറിയാം ഇത് it was a first shot for you. So എന്തെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ആങ്കർ ഞാൻ കുറച്ചും കൂടെ എന്തെങ്കിലും മാറണമെന്നുണ്ടെങ്കിലോ എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങൾ ആരാണ് ഇൻവൈറ്റ് ചെയ്ത് അവരോട് നിങ്ങൾക്ക് അറിയിക്കാം. പുള്ളി ഭയങ്കര സ്പീഡായിരുന്നു, അല്ലെങ്കിൽ പുള്ളി പറയുന്ന കാര്യങ്ങൾ മനസ്സിലായില്ല, അല്ലെങ്കിൽ പാരൻ്റ് വാസ് ഷോർട്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് വാസ് ലെസ്, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം. വിൽ കം ടു യു ആൻഡ് താങ്ക് യു സോ മച്ച്.